അനന്തമായ ആകാശവും ആയിരമായിരം നക്ഷത്രങ്ങളും പിന്നെ നമ്മെ എന്നും വിസ്മയിപ്പിക്കുന്ന അമ്പിളിമാമനും. മനുഷ്യന്റെ ശാസ്ത്ര അന്വേഷണങ്ങൾക്ക് ഒരിക്കലും അതിരുകളില്ല. ഈ ശാസ്ത്രബോധം നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളിലേക്ക് പകരുന്ന മനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഉള്ളിയേരി സാക്ഷ്യം വഹിച്ചത്. ഉള്ളിയേരി പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ ഒരു വലിയ ശാസ്ത്രോത്സവത്തിന്റെ ആവേശമായിരുന്നു. സ്മാർട്ട് ടീം ചന്ദ്രോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയ ആർട്ടിമിസ് 2026 എന്ന ശാസ്ത്ര സെമിനാറും അനുബന്ധ പരിപാടികളും അക്ഷരാർത്ഥത്തിൽ ഒരു വിജ്ഞാന വിരുന്നായി മാറുകയാണ്. 2026 എന്ന ചന്ദ്രോത്സവ പരിപാടിയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അത് പാലോറയുടെ ഒരു പുതിയ വാതായനം തുറക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി സുഗമ ഹരിദാസ് ഈ സരിത ടീച്ചർ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക്, അതായത് ബാർക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ശ്രീ എസ് ബാലഗോപാലിന്റെ സാന്നിധ്യമായിരുന്നു. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ നമ്മൾ ലോകത്തിനോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. എന്തെന്നാൽ ഇത് മനുഷ്യന്റെ ഒരു ചെറിയ ചുവടുവെപ്പാണ്, എന്നാൽ മാനവരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. മുഖ്യാതിഥിയായി എത്തിയ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമായി മാറി. ഭാരതത്തിന്റെ പ്രഗത്ഭരായ ശാസ്ത്ര പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് സ്കൂളിലെ സ്മാർട്ട് ടീം സ്റ്റുഡിയോയിൽ ഒരുക്കിയ പ്രത്യേക ശാസ്ത്ര എക്സിബിഷന്റെ ഉദ്ഘാടനവും അദ്ദേഹത്തിന്റെ കരങ്ങളാൽ നിർവഹിക്കപ്പെട്ടു. കാലത്തിനൊത്തു മാറുന്ന വിദ്യാഭ്യാസ രീതികളുടെ നേർക്കാഴ്ചയും ഇവിടെ കാണാമായിരുന്നു. വിദ്യാലയത്തിൽ പുതുതായി സജ്ജമാക്കിയ അത്യാധുനിക ഓഡിയോ വിഷ്വൽ TV സ്പേസിന്റെ സ്വിച്ച് ഓൺ കർമ്മം സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ EM ബഷീർ നിർവഹിക്കുകയും ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമെന്നത് ഇതിന്റെ സംഘാടനമാണ്. അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ മാത്രം ശ്രമമായിരുന്നില്ല ഇത്. കുട്ടികൾ തന്നെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിമനോഹരമായാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. ശാസ്ത്ര സെമിനാറിൽ സ്മാർട്ട് ടീം ലീഡേഴ്സായ ദക്ഷിൻ, നിയ മഹേഷ്, അവനിക R രതീഷ്, പാർവതി S, ആർജ SR, വരദ S എന്നിവർ വിവിധ ബഹിരാകാശ ശാസ്ത്ര വിഷയങ്ങളെ ആസ്പദമാക്കി ഗഹനമായ സെമിനാർ പേപ്പറുകൾ അവതരിപ്പിച്ചു. ലാൻഡർ ചന്ദ്രന്റെ പ്രതലത്തിലേക്ക് താഴെ പതിക്കുന്ന കൃത്യമായ ലോകത്തോട് പറഞ്ഞ വളരെ പ്രശസ്തമായ വാക്കുകളാണിവ. ഒരു മനുഷ്യന്റെ ചെറിയ ചൂട് മണ്ണുകളും ശേഖരിക്കല്. ഈ ചന്ദ്രനിലെ പാറകളും മണ്ണുകളും നമ്മൾ പൊതുവെ ലൂണാർ രംഗോലി എന്നാണ് പറയാറുള്ളത്. ഇതേപോലെ തന്നെ വലിയ ഉപഗ്രഹങ്ങൾ നിക്ഷേപിക്കുന്നതുമായിട്ട് ചെറിയ ഒരുപാട് ഉപഗ്രഹങ്ങൾ നിക്ഷേപിച്ച് ഇന്റർനെറ്റ് വേഗത കൂട്ടുക. അതേപോലെ തന്നെ ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് ബഹിരാകാശ യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനികൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. Lunar surface because he cannot bring his family to the moon. Talk about future moon colonies. The moon is the Earth's closest neighbor, and in the future, scientists hope to build നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന മൊബൈലിലെ GPS, ടെലിവിഷൻ സംപ്രേഷണം, കാലാവസ്ഥാ പ്രവചനം, അതുപോലെ ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ് എന്നിവയ്ക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? അതെ, ഉപഗ്രഹങ്ങളും ബഹിരാകാശ സാങ്കേതിക വിദ്യയുമാണ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ഒരു വലിയ ട്രക്കിലാണ് നമ്മൾ കൊണ്ടുപോയത്. ഒരു ചെറിയ സൈക്കിളിലും ഒരു കാളവണ്ടിയിലുമാണ്. 1960കളിൽ അത്രയും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് തുടങ്ങിയ ഇന്ത്യയുടെ ഈ ബഹിരാകാശ യാത്രയാണ് ഇത് ബഹിരാകാശ ശക്തികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ രൂപപ്പെടുത്തിയെടുത്തത്. ചന്ദനപ്പടിയുള്ള പൊന്നു ഞാൻ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്
ചന്ദ്രകാന്ത് കൽപ്പടവിൽ വാവാ. കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം ബഹിരാകാശ ശാസ്ത്രത്തിലെ പുതിയ കണ്ടെത്തലുകൾ വരെ അവർ സദസ്സിന് മുന്നിൽ വളരെ വ്യക്തതയോടെ അവതരിപ്പിച്ചു. തുടർന്ന് ചന്ദ്രനുമായി ബന്ധപ്പെട്ട വിവിധ സർഗാത്മക കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളുടെ മികച്ച സംഘാടക മികവും ശാസ്ത്ര വിഷയങ്ങളിലെ അവരുടെ ആഴത്തിലുള്ള അറിവും ഈ പരിപാടിക്ക് കൂടുതൽ തിളക്കമേകി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന വലിയൊരു സദസ്സ് ഈ അറിവിന്റെ ഉത്സവത്തിൽ ആവേശത്തോടെ പങ്കുചേർന്നു. തീർച്ചയായും പാലോറ സ്കൂളിലെ ആർട്ടിമിസ് 2026 വെറുമൊരു സ്കൂൾ പരിപാടി മാത്രമല്ല, നാളെയുടെ ISROയിലേക്കും നാസയിലേക്കും കാലെടുത്തു വെക്കാൻ പോകുന്ന ഒരു പറ്റം യുവശാസ്ത്രജ്ഞരുടെ ആദ്യ ചുവടുവയ്പ്പാണ്. ഈ കൊച്ചുമിടുക്കർക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.